പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളത്. മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി. നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ്, ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വല്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബെയിലെ ഡെസ്റ്റിനേഷനാകുന്നു വസായി. ഇന്ന് താനെ ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി. കണ്ണൂരിൽ നിന്നും 20 മണിക്കൂർ കൊണ്ട്, രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ 14 മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക്. പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ. മോഹിനിയാണ് മുംബൈ നഗരം. ആരെയും മോഹിപ്പിക്കുന്ന നഗരമാണ്. ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല. കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടിച്ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ. ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ്. ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചുവർ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു എന്നൊരു ചോദ്യം വരാം. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ്. ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ. തൗര്യത്രികമാണ്. സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതിൽ അങ്ങേയറ്റം പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ. അത് അസുരാചാര്യനാണ്. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത്. ആ ശുക്രൻ്റെ രാശിഫല ചർച്ചവേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന്. ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു, എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത്. ശുക്രൻ ഇതാ 1201 വൃശ്ചിക മാസം 10-ാം തീയതി 11 മണിയോടുകൂടി, അതായത് 2025 നവംബർ മാസം 26-ാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു? ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് മാറുന്നു. ഈ ചാരവശാലുള്ള 24 ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്രകാരം തന്നെയാണ് ശുക്രനും. ശുക്രൻ നോർമലി 45 ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ. ഇത് കേവലം 24 ദിവസം വരെയാണ്. ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. ഗാംബ്ലേഴ്സ് പ്ലാനറ്റാണ്. പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ 24 ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്, 2ാം ഭാവത്തിലാണ്, സെക്കൻഡ് ഹൗസ്. ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സുവാക്യ, ശോഭന വാക്യം യസ്യസ. ആരാണ് ശോഭനമായ വാക്ക് സംസാരിക്കുന്നത്? അദ്ദേഹമാണ് സുവാക്യൻ എന്ന് പറയുന്നത്. അതിനാൽ 2ൽ നിൽക്കുന്ന ശുക്രൻ ഈ സമയത്ത് അധ്യാപകർക്ക്, LIC ഏജൻസിന്, കൺസൾട്ടൻസ്, എനി ഏജൻസ് ഓർ എനി സെയിൽസ് കണക്റ്റഡ് വിത്ത് തുലാൻ രാശി. തുലാൻ രാശി വ്യാപാര രാശിയാണ്. വാണിജ്യകർമ്മണ്യതി നൈപുണത്വം, വ്യാപാരത്തിൽ നിപുണനാണ് തുലാൻ രാശിക്കാർ. അവർക്ക് നന്നായി പെർഫോം ചെയ്ത് തൻ്റെ വാക്കിലൂടെ തൻ്റെ വ്യാപാരത്തെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പല സ്ഥാനമാനങ്ങളും സെയിൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അത് കാർ വ്യാപാരമായാലും ഓർണമെൻറ്റ്സ് ആയാലും താനുമായി ബന്ധപ്പെടുന്ന ലക്ഷറസായി മെറ്റീരിയൽ ഭൗതികമായ സുഖത്തിന് ഉപയോജ്യമായ എന്ത് സുഖസാധനങ്ങളും ഏത് സുഖസാധനങ്ങളും
വിറ്റ് കാശുണ്ടാക്കാൻ ഈ സമയം തുലാൻ രാശിക്കാർക്ക് വളരെയധികം സഹായകരമാകുമെന്നറിയുക. സ്ത്രീകളെ ആകർഷിക്കുക, സ്ത്രീകളെ പറഞ്ഞ് വശീകരിച്ചിട്ട് പ്രണയത്തിൽ ഏർപ്പെടുത്തുവാനും ഈ സമയം വളരെ അനുകൂലമാണ്. തൻ്റെ വാക്കിലൂടെ യുവതി യുവാക്കൾക്ക് പരസ്പരം ആകർഷിക്കുക എന്നൊരു വലിയ ദൗത്യം ഈ ശുക്രൻ നിർവഹിക്കുന്നതാണ്. രണ്ടാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ ചമത്കാര ചിന്താമണി പറഞ്ഞിരിക്കുന്ന ഫലം വളരെയധികം അനുകൂലമാണ്. മുഖം ചാരുഭാഷം മനീഷാഭിചാർവി, തനിക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. ചാരുഹാസം മുഖം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും. സുഖം ചാരുചാരുണി വാസാംസിതസ്യ, തനിക്ക് മനോഹരമായ വസ്ത്രം ധരിക്കാം, തനിക്ക് നല്ല ഭക്ഷണം ലഭിക്കും. അതിനാൽ ഒരു വ്യക്തിക്ക് വളരുവാനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് 24 ദിവസമെന്ന് അറിയുക. കുടുംബസ്ഥിത പൂർവദേവസ്യ പൂജ്യ കുടുംബേന കിം ചാരു ചാർവ അംഗനാശ, തൻ്റെ മനോഹരമായ ശരീരത്തിന് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാൽ പ്രത്യേകിച്ച് ഡയാലിസിസ് പേഷ്യൻസ്, അതേ രീതിയിൽ ഡയബറ്റിക്സ് പേഷ്യൻസ് ശ്രദ്ധിക്കണം. രണ്ടാം ഘട്ടത്തിലേക്ക് ഷുഗർ വരുമ്പോൾ കണ്ണുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക, ഡയാലിസിസ് ഓർഗാൻസിന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇവിടെ മറ്റൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഇവിടെ സംഗീതജ്ഞർക്ക് ഏറ്റവും നല്ല അവസരമാണ്. വിദേശത്തേക്ക് തുലാൻ രാശി ചരരാശിയാണ്. അതിനാൽ മതപ്രഭാഷകർക്ക് തൻ്റെ മതം, തൻ്റെ ധർമ്മം, മതത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കേണ്ട വ്യക്തികൾക്ക് ഏറ്റവും അനുകൂല സമയമാണ്. അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാകാം. നല്ല പ്രാസംഗികർക്കൊക്കെ തന്നെ അങ്ങേറ്റം അനുകൂലമായ സമയമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.